ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സർവമഭവത്, അവൻ അറിഞ്ഞു ഞാൻ ബ്രഹ്മമാണ് എന്ന്. അതിനാൽ അവൻ എല്ലാമായി തീർന്നു. ആ കൃഷ്ണനും ഞാൻ തന്നെ, ആ പശുക്കുട്ടികളും ഞാൻ തന്നെ, അതേപോലെ തന്നെ ആ കാടും ഞാൻ തന്നെ, ആ കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം ഞാൻ തന്നെ, ആ ഗോകുലവാസികളും ഞാൻ തന്നെ. അവൻ എല്ലാമായി തീർന്നു. എന്താ അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിച്ചറിഞ്ഞു. ആ മഹാവാക്യം പ്രത്യക്ഷമായി അനുഭവിച്ചറിഞ്ഞപ്പോൾ അവൻ എല്ലാമായി തീർന്നു. അവനെ പറ്റിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതേപോലെ ഏതൊക്കെ ഋഷിമാരാണോ അറിയുന്നത്, തഥാ ഋഷീണാം, ഏതൊക്കെ ഋഷിമാരാണോ അറിയുന്നത് അവരെല്ലാം എല്ലാമായിത്തീരുന്നു, പ്രപഞ്ചം മുഴുവനായിത്തീരുന്നു. തഥാ മനുഷ്യാണാം, മനുഷ്യരും അതേപോലെ തന്നെ എല്ലാമായിത്തീരുന്നു. ഇങ്ങനെ സകലതിൻ്റെയും ആത്മസ്വരൂപം താൻ തന്നെയാണ് എന്ന് അനുഭവിച്ചറിയും. ഇതാണ് നമുക്ക് നമ്മുടെ ഋഷിമാര് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ചത്. ആരാണോ ഏവം വേദ, ആരാണോ ഇങ്ങനെ അറിയുന്നത്, എങ്ങനെ അഹം ബ്രഹ്മാസ്മീതി, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നറിയുന്നത്, സ ഇദം സർവം ഭവതി, അവൻ ഇക്കാണായതായ എല്ലാം ആയിത്തീരുന്നു. തസ്യഹ ന ദേവാശ്ച, അവനെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് സാധ്യമല്ല. ഇതാണ് ബ്രഹ്മാവ് തോറ്റ കഥ. ഉപനിഷത്ത് പറയാണ്, ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് അനുഭവിച്ചറിഞ്ഞ ആള് ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അത് ദേവകിയുടെ മകൻ കൃഷ്ണൻ തന്നെ ആവണമെന്നില്ല. ഈ ലോകത്തിൽ ആര് തന്നെയായാലും അയാളെ പറ്റിക്കാനായിട്ട് ദേവന്മാർക്ക് സാധ്യമേ അല്ല. ദേവന്മാർ പോലും അവർക്ക് അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനിക്ക് തുല്യരല്ല. ബ്രഹ്മജ്ഞന്റെ നാഭൂത്യ ഈശത്തെ, ബ്രഹ്മജ്ഞന്റെ ഐശ്വര്യത്തെ അതിലംഘിക്കാൻ ദേവന്മാർക്ക് പോലും സാധ്യമല്ല. അതാണ് ഇത് വെറുതെ ദശമസ്കന്ധത്തില് ഭഗവാനെ ഒരു വീരപുരുഷനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി വ്യാസം പറഞ്ഞ കഥയല്ല, ഈ ഉപനിഷത്താണ്. നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെല്ലാം ഉപനിഷത്തിന്റെ കഥാരൂപ ആവിഷ്കൃതികളാണ്. ഈ ഉപനിഷത്തുകളെയാണ് ഗീതയായിട്ട് അവതരിപ്പിച്ചത്. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന, എല്ലാ ഉപനിഷത്തുകളും പശുക്കളാണ്. കറവക്കാരൻ ഗോപാലനന്ദനായ കൃഷ്ണനാണ്. പാർത്ഥോ വത്സസുധേർ ഭോക്ത, പാർത്ഥനാണ് കന്നുകുട്ടി. സജ്ജനങ്ങളാണ് ആ അമൃതം കഴിക്കുന്ന ആളുകൾ. എന്താ അമൃതം? ദുഗ്ധം ഗീതാമൃതം മഹത്, മഹത്തായിരിക്കുന്ന ഗീതാമൃതം, അതാണ് ആ പാല്. അത് ആരാണോ സജ്ജനങ്ങളായിട്ടുള്ളത്, സൽക്കർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നത്, അവർക്ക് അത് സാധിക്കും. എത്രയോ കഥകൾ ഈ പറഞ്ഞതിനൊക്കെ കിടക്കുന്നറിയും. ശ്രീരാമൻ ലങ്കയിലേക്ക് പോകാനായിട്ട് സമുദ്രതീരത്ത് വന്നു. മുന്നിൽ 100 യോജന വിസ്തീർണമുള്ള സമുദ്രം, ചിറകെട്ടിയേ പോകാൻ പറ്റൂ. ഭഗവാൻ പറഞ്ഞു എല്ലാവരോടും, ഞാൻ 3 അഹോരാത്രങ്ങൾ അദ്ദേഹത്തെ ഉപാസിക്കുന്നുണ്ട്, അദ്ദേഹം വന്ന് നമുക്ക് വഴി തരട്ടെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ദർഭപ്പോലും എല്ലാം അവിടെ തയ്യാറാക്കപ്പെട്ടു. 3 അഹോരാത്രങ്ങൾ അദ്ദേഹം ഉപാസിച്ചു. പക്ഷേ വരണം വന്നില്ല. അപ്പോഴേക്കും ഭഗവാൻ എണീറ്റു, ലക്ഷ്മണനോട് പറഞ്ഞു, ചാപം ആനേ സൗമിത്രേ ശരാംശ്ച ആശീവിഷോപമാൻ സമുദ്രം ശോഷയിഷ്യാമി പദ്ഭ്യാം യാന്തുപ്ലവംഗമാഹ. വാൽമീകി രാമായണം. അല്ലയോ
ലക്ഷ്മണ, സൗമിത്രേ, ലക്ഷ്മണ നീ വില്ല് കൊണ്ടുവാ. അതേപോലെ തന്നെ പാമ്പുകളെപ്പോലെ തീക്ഷ്ണ വിഷമുള്ളതായ എൻ്റെ അമ്പുകളെയും കൊണ്ടുവാ. ഞാൻ ഈ സമുദ്രത്തെ മുഴുവൻ നിമിഷമാത്രം കൊണ്ട് ഉണക്കിക്കളയുന്നുണ്ട്. എൻ്റെ വാനരങ്ങൾ ഇതിലെ നടന്ന് ലങ്കയിലേക്ക് പോട്ടെ. അപ്പോഴേക്കും അവിടെ ആ വരണദേവൻ വിറച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ വന്നു. എന്തിനാ? ശ്രീരാമചന്ദ്രന് വീരപരിവേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കഥയാ അല്ല, വാൽമീകിയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ തുളസീദാസനും എഴുത്തച്ഛനും അങ്ങനെയുള്ള മഹാത്മാക്കളും ഐ പിള്ളാശാനും അതേപോലെ പുനനമ്പൂതിരി അങ്ങനെയുള്ള ഇവിടെ തിരുവല്ലാക്കടുത്ത് നിരണത്തെ രാമപണിക്കരും അങ്ങനെയുള്ള ആചാര്യന്മാര്, ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞ ആചാര്യന്മാര് നമുക്ക് മനോഹര കാവ്യങ്ങളായിട്ട് എഴുതി തന്നു. ആരാണോ പരമാത്മാവിനെ ഞാനെന്നറിയുന്നത് അവർ ഇതെല്ലാമായി തീരുന്നു. അവർക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അവർ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചം മുഴുവൻ അവരുടെ ഉള്ളിലാണ്. മഹാഭാരതത്തിലെ ഉദ്യോഗപർവം ഈ കഥകളൊക്കെ പറയുന്നത് നമുക്ക് കുറെ കൂടി ഈ ആശയങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയുന്ന കഥകൾ തന്നെ. മഹാഭാരതത്തിലെ ഉദ്യോഗപർവം യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഭഗവാൻ യുദ്ധം ഒഴിവാക്കാൻ എന്ന് പറഞ്ഞ്, ഒഴിവാവില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം, എങ്കിലും താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം വന്നു. എല്ലാവരോടും പറയേണ്ടതെല്ലാം പറഞ്ഞു. നമുക്കറിയാം, ദുര്യോധനോധം കഥകളിൽ ധാരാളം കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. വയസ്കരത് ഗംഭീരമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. 5 ദേശമെങ്കിലും കൊടുക്കണം. ആദ്യം പാതി രാജ്യം ചോദിച്ചു, 5 ദേശം ചോദിച്ചു, 1 ദേശം ചോദിച്ചു, 5 വീട് ചോദിച്ചു, 1 വീട് ചോദിച്ചു. സൂചികുത്തുവതിനും ഇന്ന് അവകാശമിദ്ധരണീതലേ വാശിയോട് വസിച്ചിടുന്നൊരു പാണ്ഡവർക്ക് കൊടുത്തിടാം എന്നായി ദുര്യോധനൻ. എന്ന് മാത്രമല്ല, വീണ്ടും അടുത്തത് കടന്നു പറഞ്ഞു ദുര്യോധനൻ. ഈ പറഞ്ഞതിന് കൃഷ്ണൻ മറുപടി പറഞ്ഞപ്പോൾ ദുര്യോധനൻ കടന്നു പറഞ്ഞു, പാണ്ഡുനന്ദനരല്ല വൈരികൾ, അന്യജാതരതല്ലയോ. ഇവരാരും പാണ്ഡുവിന്റെ മക്കളല്ല. ഇവർക്ക് ഇവിടെ അവകാശമില്ല. ഇവരെല്ലാം വല്ലവന്റെ മക്കളാണ്. നമുക്കറിയാലോ ദേവ കഥ. അതുകൊണ്ട് ഖണ്ഡിതം ക്ഷിതിമണ്ഡലം വരെ പാണ്ഡവർക്ക് കൊടുത്തിടാം. ഗംഭീരമായിട്ട് അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നടന്മാര് ഗംഭീരമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പോഴേക്കും കൃഷ്ണൻ മറുപടി കൊടുത്തു വളരെ കൃത്യമായിട്ട്. പാണ്ഡവർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ കൃത്യമായി പറഞ്ഞു, നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛനും വിചിത്രവീര്യന്റെ മകനല്ല, ചിത്രമത്ര വിചിത്രവീര്യജനല്ല നിന്നുടനാഥനും. നിനക്ക് ഈ രാജ്യത്തിൽ ഒരു കാര്യവുമില്ല. നിന്റെ അച്ഛനും ധൃതരാഷ്ട്രനും ഈ രാജ്യത്തിൽ ഒരു കാര്യവുമില്ല. തത്ര നീ വിധവാത്മജനുടെ പുത്രനെന്ന് ധരിക്കണം. പാണ്ഡു മക്കളെ, പാണ്ഡവന്മാരെ വിധവയുടെ മക്കളല്ല. പിന്നെയോ പാണ്ഡു ജീവിച്ചിരിക്കുമ്പോ പാണ്ഡു ചെയ്ത നിയോഗമാണത്. നീ വിധവയുടെ മകന്റെ മകനാണ്. കൃഷ്ണന്റെ മറുപടി, കൃത്യമായ മറുപടി. അപ്പോഴാണ് കയറും എടുത്തുകൊണ്ട് അങ്ങോട്ട് ചാടിയത്. കയറും എടുത്ത് കൊണ്ട് ചാടുമ്പോഴേക്കും എന്താ സംഭവിച്ചത്? ആ അവസരത്തില് എന്നാ വരൂ വരൂ വരൂ, കൃഷ്ണൻ പറഞ്ഞു, എന്നെ പിടിച്ചു കെട്ടാമെങ്കിൽ കെട്ടിക്കൊള്ളൂ. സർവബ്രഹ്മ മുഖാമരാസുര നരക്ഷോണി സമുദ്രാധികം വിശ്വം സ്വാത്മന്യ ദർശയൻ സ ഭഗവൻ വിശ്വാകൃതി സൻ ബഭൗ. ആ ഭഗവാൻ വിശ്വാകൃതിയായി തീർന്നു. അദ്ദേഹത്തിൽ എന്തൊക്കെയാ കണ്ടത്? നേരത്തെ കണ്ട ആ വസുദേവന്റെ മകനല്ല ആ നിൽക്കണേ. അദ്ദേഹത്തിന്റെ ശിരസ് എവിടെയെന്ന് കാണാൻ പറ്റുന്നില്ല, പാദം എവിടെയെന്ന് കാണാൻ പറ്റുന്നില്ല. എണ്ണിയാൽ തീരാത്ത തലകളും എണ്ണിയാൽ തീരാത്തതായ കണ്ണുകളും എണ്ണിയാൽ തീരാത്തതായ കാതുകളും എണ്ണിയാൽ തീരാത്തതായ കരങ്ങളും എണ്ണിയാൽ തീരാത്തതായ പാദങ്ങളും ഒക്കെയായിട്ട് അവിടെ ആരൊക്കെ കാണപ്പെടുന്നു? ശർവനെ കാണപ്പെടുന്നു. ശിവനുണ്ട്, ബ്രഹ്മാവുണ്ട്, ദേവന്മാരുണ്ട്, ദേവന്മാരുടെ രാജാവായിരിക്കുന്ന ഇന്ദ്രനുണ്ട്, മനുഷ്യരുണ്ട്, ഭൂമിയുണ്ട്, അസുരന്മാരുണ്ട്, നാഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവനില്ലാത്ത പദാർത്ഥങ്ങളുണ്ട്. ഇതെല്ലാം ഒന്നായി ഇങ്ങനെ നിൽക്കുന്നു. വിശ്വം സ്വാത്മനിദർശയൻ, തന്നിൽ ആ വിശ്വത്തെ മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ട് സ ഭഗവൻ, ആ ഭഗവാൻ വിശ്വാകൃതി സൻ ബഭൗ, വിശ്വാകൃതിയായി തീർന്നു. എന്തിനാ ഈ കഥ? ആരാണോ അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നത് അവൻ ഇതെല്ലാമായി തീരുന്നു.
ഉപനിഷത്തിലെ മന്ത്രമാണ് ഈ കഥയായിട്ട് വരണത്. ഞാൻ ബ്രഹ്മമാണ് എന്ന് ആരറിയുന്നുവോ അവൻ ഇതെല്ലാമായിത്തീരുന്നു. കൃഷ്ണന്റെ പ്രത്യേകത, കൃഷ്ണൻ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുന്നവനാണ്. അദ്ദേഹം യോഗേശ്വരനായി നിന്നിട്ടാണ് ഗീത ഉപദേശിച്ചത്. യോഗേശ്വരനായി നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യം അതാണെല്ലാം. അതാണ് യോഗേശ്വരത്വം. കാണുമ്പോഴേക്കും മനുഷ്യ ശരീരം, ദേവകിയുടെ മകൻ, വസുദേവരുടെ മകൻ, അല്ലെങ്കിൽ യശോദയുടെ മകൻ, അല്ലെങ്കിൽ നന്ദഗോപരുടെ മകൻ, ബലഭദ്രന്റെ അനിയൻ, ഉദ്ധവന്റെ കൂട്ടുകാരൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ബന്ധങ്ങൾ പറയാം. എല്ലാവരും അങ്ങനെയൊക്കെ പറയും. പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം, പ്രപഞ്ചം മുഴുവൻ അദ്ദേഹമാണ്. ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്ന് അനുഭവിച്ചറിഞ്ഞാൽ ആര് തന്നെയായാലും അവർ വിശ്വാകൃതിയാണ്. ഇതാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. സഹസ്രത്തിന് സർവം വൈ എന്നാണ് അർത്ഥം. എണ്ണിയാൽ തീരാത്ത തലകളും, എണ്ണിയാൽ തീരാത്തതായ കണ്ണുകളും, എണ്ണിയാൽ തീരാത്തതായ കൈകളും, എണ്ണിയാൽ തീരാത്തതായ പാദങ്ങളും ഒക്കെയായിട്ട് അദ്ദേഹം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിറഞ്ഞ്, പ്രപഞ്ചത്തെയും കടന്ന്, പ്രപഞ്ചത്തെ മുഴുവൻ ചുറ്റി അദ്ദേഹം നിറഞ്ഞ് നിൽക്കുന്നു. അത്യതിഷ്ഠ ദശാങ്കുലം. ഇതാണ് ആ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവത്തിൽ എത്തിയ ആളിന്റെ സ്ഥാനം. ആ ബ്രഹ്മം എന്താണ് എന്ന് 3-ാം അധ്യായത്തിലെ യാജ്ഞവൽക്യ കാണ്ഡത്തിലുള്ള ആദ്യത്തെ അധ്യായം, അതായത് ആകെ ഉള്ള 3-ാമത്തെ അധ്യായം, അതിൽ 8-ാം ബ്രാഹ്മണത്തില് ഗാർഗിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് യാജ്ഞവൽക്യൻ ഇവിടെ ഗാർഗിയുടെ ചോദ്യം, അതായത് ആ സദസ്സില് വാദപ്രതിവാദം നടക്കുന്നു. നേരത്തെ മൈത്രേയിയാണ് ചോദിച്ചത്, ഇപ്പോ ഗാർഗി ചോദിക്കുന്നു. ഗാർഗി 2 തവണ, ആദ്യത്തെ തവണ തോറ്റു, പിന്നെ 2ാമത്തെ തവണയും അദ്ദേഹത്തോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു, 2ാമത്തെ തവണയും തോറ്റു. അദ്ദേഹത്തെ എതിർക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഗാർഗി തന്നെ അവിടെ അദ്ദേഹം ബ്രഹ്മിഷ്ഠനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് പ്രഖ്യാപിച്ച അമ്മയാണ് ഗാർഗി. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. ഇതൊക്കെ നാം അറിയണം. ആക്ഷേപിക്കാൻ നടക്കുന്ന ആളുകൾക്ക് നാം ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അപ്പോ ആ യാജ്ഞവൽക്യ കാണ്ഡത്തില് ആ അധ്യായം 3 അല്ലെങ്കിൽ യാജ്ഞവൽക്യ കാണ്ഡത്തിലെ 1-ാം അധ്യായം അതിലെ 8-ാം മന്ത്രത്തില് ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. തൊടുന്നില്ല, അത് ഒന്ന് വായിച്ചു കൊള്ളണം.